ഇന്നലെ ഷാനവാസിന്റെ ഫാൻസ് മീറ്റ് നടന്നിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സമയം ഉറപ്പായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം പറയുന്നത് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഏകദേശം 2 മണിക്കൂറിനുമുള്ള ഒരു പരിപാടിയായിരുന്നു. കുറച്ച് സർപ്രൈസുകളും പിന്നെ ഫാൻസുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിലൊരു ഫണ്ണായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കത്തിക്കണം എന്നുള്ള രീതിയിലൊരു ഉദ്ദേശമായിട്ട് വെച്ചാണോ എന്ന് അറിയില്ല. ഈ പറഞ്ഞ മെയിൻ സർപ്രൈസുകളായിട്ട് അവിടെ വന്നത് അനീഷും അതുപോലെ തന്നെ വേദലക്ഷ്മിയായിരുന്നു. നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ റീച്ചുള്ള, നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടുള്ള, നല്ല രീതിയിൽ തന്നെ ഫാൻ ബേസ് ഉള്ള 2 ആൾക്കാരായിരുന്നു അനീഷും വേദലക്ഷ്മിയും. പക്ഷെ ഇവർ ഒരു ഫാൻസ് മീറ്റിൽ വരേണ്ട ഒരു കാര്യം എന്തായിരുന്നു എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത്. ഷാനവാസിന്റെ കാര്യം നോക്കിയാൽ എനിക്കറിയാമെന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു റീച്ചുള്ള ഒരു ആൾ തന്നെയാണ് ഷാനവാസ്. കാര്യം അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റുകൾ ഇടുന്ന സമയത്തായിക്കോട്ടെ അതിൽ വരുന്ന ലൈക്സും കമന്റ്സും നോക്കിയാൽ തന്നെ നമുക്ക് അറിയാവുന്നത് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഷാനവാസ് എന്നത്. അപ്പൊ ഈ ഷാനവാസിന്റെ ഒരു ഫാൻസ് മീറ്റിൽ ഇത്തരത്തിൽ അനീഷും വേദലക്ഷ്മിയും വന്നിട്ട് റീച്ച് കൂട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. കാര്യം ഈ ഒരു 2.5 മണിക്കൂർ ഈ പറഞ്ഞ ഷാനവാസ് ഫാൻസ് മീറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതായത് വരുന്ന സമയം ഇത്തരത്തിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും എല്ലാം മാറ്റി വെച്ചിരിക്കുന്ന കംപ്ലീറ്റ്ലി ഒരു 2.5 മണിക്കൂർ ഫാൻസിന് വേണ്ടി ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ബസ്സിൽ ഞാൻ അതിനെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ അനീഷ് വരുന്നു, വേദലക്ഷ്മി വരുന്നു, അവരുമായിട്ടുള്ള സംസാരങ്ങളും അവരുടെ സൗഹൃദത്തിനെ കുറിച്ചും എല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്ന കാര്യം ഓൾറെഡി ഇവർ പലയിടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് കേൾപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നില്ല. അനീഷും വേദലക്ഷ്മി വരുന്ന സമയം കുറച്ചുകൂടി നല്ല രീതിയിൽ റീച്ച് കിട്ടും, നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ കത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് അവർ വിളിച്ചത്. പക്ഷെ ഒരു ഷാനവാസിന്റെ ഫാൻസ് മീറ്റ് എന്ന് പറഞ്ഞ് പറയുന്ന സമയത്ത് അത് ഷാനവാസ് മാത്രം അവിടെ മതിയായിരുന്നു. നോർമലി ഫാൻസ് മീറ്റിലെല്ലാം അത്തരത്തിൽ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ അത് ഷാനവാസ് എന്തിന് ഇത്തരത്തിലൊരു കാര്യത്തിന് മുതിർന്നു എന്ന് എനിക്ക് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതങ്ങനെ അത്രയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. പക്ഷെ എങ്കിലും അതായത് ഷാനവാസിനെ പോലെ ഇത്രയധികം ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയധികം നാളായിട്ട് സ്റ്റാർഡം കൊണ്ട് നടക്കുന്ന ഒരാൾ വരുന്ന സമയത്ത് ഇതാരാണോ സംഘടിപ്പിച്ച ആ ഒരു സംഘാടകർ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്ന ബസ്സിൽ എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഉറപ്പായിട്ടൊരു ഒരു എക്സ്ട്രാ വയർലെസ് മൈക്കും കൂടി അവിടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മൾ തുടക്ക സമയങ്ങളിൽ ഈ പറയുന്ന ഈ ഒരു ഫാൻസ് മീറ്റിന്റെ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, അവിടെ ആങ്കർ ആയിക്കോട്ടെ, ആങ്കർ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനുശേഷം ഷാനവാസ് ഈ ഉത്തരം പറയുന്ന സമയം ആ ഒരു ആങ്കർ ഈ മൈക്ക് അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. അതിനുശേഷം വീണ്ടും കൊടുത്തിട്ട് ഒരു ചോദ്യം ഉത്തരം, അതായത് അത് ഒരു തെറ്റാണ്ട ഒരു കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും ഞാനാരും ഫാനോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും കണ്ട സമയത്ത് ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയാം. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് എന്താണ്, ഫോളോ അപ്പ് എന്താണ് എന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരാളെ വിളിച്ചിട്ട് അത് കുറച്ചും കൂടി ഇത്തിരി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നതായിരുന്നു. പരിപാടിക്ക് പിന്നിൽ ഉള്ള പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ഇത്തിരി പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് പോയായിരുന്നു. ഇത്തരത്തിൽ ഒരു മൈക്കിന്റെ ഒരു ക്ഷാമം നമുക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ഭയങ്കര ഭയങ്കരോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ പോലും കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളി അത് ക്ലോസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടി എടുത്ത് പറയുകയാണ്, അതായത് ഇത്തരത്തിൽ 1-2 മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു കാണുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് ആണ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കമില്ല. ഈ പറയുന്ന അനീഷ് ആയിക്കോട്ടെ, വേദലക്ഷ്മി ആയിക്കോട്ടെ, ഇവരൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ണാണ് അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് ആണോ ഉറപ്പായിട്ട് കിട്ടുന്നത്. പക്ഷെ ഞാനത് നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു ഷാനവാസിന്റെ ഫാൻസ് മീറ്റ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു മെയിൻ എലമെന്റ് ആയിട്ട് നിൽക്കേണ്ടത് ഷാനവാസ് ആയിരുന്നു. അല്ലാതെ അവിടെ വന്നിട്ട് ഈ അനീഷും വേദലക്ഷ്മിയും അറ്റൻഷൻ തൂക്കുന്ന സമയത്ത് അത് അത്ര ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു. പക്ഷെ അല്ലാതെ ഒരു ഫൺ, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ എന്റർടൈൻമെന്റ് ഡെലിവർ ചെയ്ത ഒരു പരിപാടി തന്നെയായിരുന്നു എന്നാലും ആ ഒരു ഫാൻസ് മീറ്റ് എന്ന് ഞാൻ എന്തായാലും ഒന്ന് എടുത്ത് പറയുകയാണ്.